മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നല്ല റെസ്പോണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പെറ്റൂണിയയുടെ പ്ലാന്റിൻ്റെ സ്റ്റെം കട്ടിങ് എങ്ങനെയാണ് നമ്മൾ കിളിപ്പിക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും ഒരുപാട് കൂട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയാവുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം അറിയാത്ത കൂട്ടുകാർക്ക് വീണ്ടും ഒന്നും കൂടെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇങ്ങനെയുള്ള ഗ്ലാസ്സുകളിലാണ് നമ്മൾ സ്റ്റെമ്മ് നടുന്നത് കേട്ടോ. അപ്പം പേപ്പർ ഗ്ലാസ്സോ എന്ത് വേണേലും എടുക്കാം. ഇതിനകത്ത് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നിറച്ചേക്കുന്നത് കേട്ടോ. അധികം കല്ലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത്. നല്ല രീതിയിലുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള മണ്ണാണ്. അപ്പം അത്തരം മണ്ണുകളാണ് ഞാൻ നടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണുമായിരിക്കണം. ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചെളി രൂപത്തിൽ വരുന്ന മണ്ണ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒരുപാട് ഈർപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെമ്മ് അത് പിടിക്കാണ്ട് പോകും, ചീഞ്ഞു പോകും. പിന്നെ കുറച്ച് സ്റ്റെമ്മുകൾ എടുത്തിട്ടുണ്ട്. സ്റ്റെമ്മുകൾ എടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് മൂത്ത സ്റ്റെമ്മുകളും എന്നാൽ ഒരുപാട് ഇങ്ങനെ മൂക്കാത്ത സ്റ്റെമ്മുകളും എടുക്കല്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതായിട്ടുള്ള സ്റ്റെമ്മുകൾ വേണം നമ്മൾ എടുക്കാൻ. അത് ഇത്രയും ഒരു നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഇച്ചിരി കൂടെ നീളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു നീളത്തിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കുറച്ച് കട്ടിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മൾ അലോവേരയാണ് എടുത്തേക്കുന്നത്. അലോവേരയുടെ ജെല്ലിനകത്ത് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ മണ്ണിലോട്ട് നട്ടു കൊടുക്കുന്നത്. എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ വേര് പിടിക്കാൻ ഈ ഒരു റൂട്ടിംഗ് ഹോർമോണ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. സ്റ്റെമ്മ് നടാൻ അറിയാൻ പാടില്ലാത്ത, അതായത് പിടിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് നോക്കൂ. എനിക്കെന്തായാലും സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ മണ്ണിപ്പം ഞാൻ നനച്ചിട്ടില്ല. ചെറുതായി നനച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നട്ടു വെച്ച് കൊടുക്കുക. മണ്ണ് നനച്ചിട്ടുണ്ട്. ഓവറായിട്ടൊന്നും നനയ്ക്കണ്ട, ഇത് കുഴഞ്ഞ രീതിയിലൊന്നും നനയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒരു നനവ് കിട്ടിയാൽ മതി. നമ്മുടെ സ്റ്റെമ്മ് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ അത് വാടാത്തൊരു രീതിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഒഴിക്കുന്ന സമയത്തും സൂക്ഷിച്ചൊഴിക്കുക. ഇത് പിടിച്ച് വരുന്നത് വരെ നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് വെള്ളം നനച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓവറായിട്ടുള്ള വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റെമ്മ് ചീഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്കിതിലൊക്കെ ഒന്ന് സ്റ്റെമ്മൊന്ന് നട്ട് കൊടുക്കാം. സ്റ്റെമ്മാണ് നട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നടുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴത്തെ ഈ ലീഫും ഈ ഒരു ലീഫ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മണ്ണിലേക്ക് മുട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ അലോവേര ജെല്ലിലൊന്ന് മുക്കിയിട്ട് നമുക്കിതിനകത്തൊന്ന് നട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ പ്ലാന്റിൻ്റെ സ്റ്റെമ്മെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്ലാസിൻ്റെ സെൻറ്ററിൽ നട്ട് കൊടുക്കാതിരിക്കുക. അതൊരു സൈഡ് ചേർന്ന് നമ്മൾ നട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു സപ്പോർട്ടിങ് പോലെ അതങ്ങനെ നിന്നോളും. ചാഞ്ഞ് മറിഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ടാവില്ല. നടുഭാഗത്താകുമ്പോഴത്തേക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചായാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നട്ട സ്റ്റെം ഒരിക്കലും ഇളകി പോകാൻ പാടില്ല. കാറ്റത്താണെങ്കിലും എന്തിൻ്റെ ഇതിലാണെങ്കിലും യാതൊരു ഇളക്കവും വരാൻ പാടില്ല. ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെം ഒരിക്കലും വേര് പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടി മിക്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. യാതൊരു കാരണവശാലും സ്റ്റെം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെയിൽ കുറഞ്ഞൊരു ഭാഗത്തേക്ക്, ഒരുപാട് ഓവറായിട്ട് ഷെയ്ഡിലേക്ക് കൊണ്ട് വെക്കരുത്. അങ്ങനെ വെച്ചാലും സ്റ്റെമ്മുകൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഈർപ്പം നിന്നിട്ട് അഴുകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തും എന്നാൽ ഓവറായിട്ട് സൺലൈറ്റ് കിട്ടാത്തൊരു സ്ഥലത്തുമായിട്ട് നമ്മൾ ഇതിനെ വെക്കണം. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് വേര് വരുന്നതാണ്. പെറ്റൂണിയയുടെ സ്റ്റെമ്മുകൾ അങ്ങനെയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ വേര് വരാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ ബായ്.